നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിൽ അധികം നിങ്ങൾ ഉയരാൻ ആഗ്രഹിക്കുന്നെങ്കിൽ എഫേസ്യ ലേഖനം 3-ാം 20-ാം വാക്യത്തിലേക്ക് വരേണ്ടിയിരിക്കുന്നു. നമ്മിൽ പ്രവർത്തിക്കുന്ന ദൈവത്തിൻ്റെ ശക്തി കൊണ്ട് നമുക്ക് അപേക്ഷിക്കാവുന്നതിലോ ചിന്തിക്കാവുന്നതിലോ അധികം അവന് പ്രവർത്തിക്കാം. ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു മേഖല ഇവിടെ പരിശുദ്ധാത്മാവ് നമുക്ക് മനസ്സിലാക്കി തരികയാണ്. നമ്മിൽ വ്യാപരിക്കുന്ന ശക്തി കൊണ്ട് മാത്രമേ ദൈവത്തിന് നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുവാൻ കഴിയുള്ളൂ. നമ്മിൽ ആദ്യമായി വേണ്ടത് ദൈവത്തിൻ്റെ ശക്തി വ്യാപരിക്കണം. നമ്മൾ ദൈവത്തിൻ്റെ ശക്തി വ്യാപരിക്കാൻ നാം എന്ത് ചെയ്യണം? അപ്പോസ്തല പ്രവൃത്തി 2-ാം വാക്യത്തിൽ പറയുന്നു, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെടുവീൻ, എന്നാൽ പരിശുദ്ധാത്മാവ് ലഭിക്കുമെന്നാണ് പത്രോസ് ശ്ലീഹ പറഞ്ഞത്. അന്ന് 3000 പേർ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെട്ടു, അവർക്ക് പരിശുദ്ധാത്മാവ് ലഭിച്ചു. തീർച്ചയായിട്ടും അന്നു മുതൽ അവർ പ്രതീക്ഷിക്കുന്നതിലും ചിന്തിക്കുന്നതിലും അധികമായി അവരിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെട്ടുകൊണ്ടിരുന്നു. കാരണം ദൈവത്തിൻ്റെ ശക്തി അവരിൽ വന്നു കഴിഞ്ഞു. ദൈവത്തിൻ്റെ ശക്തി നിങ്ങളിൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ചിന്തിക്കാവുന്നതിലും പ്രതീക്ഷിക്കാവുന്നതിലും സങ്കല്പിക്കാവുന്നതിലും അധികം നിങ്ങൾ ഉന്നതിയിലേക്ക് വരും. നിങ്ങളുടെ വിഷയങ്ങൾക്ക്, പ്രാർത്ഥന വിഷയങ്ങൾക്ക്, എന്തിനേറെ നിങ്ങളുടെ ചിന്തകൾക്ക് പോലും മറുപടി ദൈവത്തിൽ നിന്ന് വരും. കാരണം നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ ദൈവത്തിന് സദാസമയം പ്രവർത്തിക്കാൻ കഴിയും. എഫേസ്യ ലേഖനം 3-ാം 20-ാം വാക്യം മനസ്സിൽ കുറിച്ചിട്ട് കൊള്ളുക. ഹോളി സ്പിരിറ്റിൻ്റെ ശക്തി നിങ്ങൾ വ്യാപരിക്കുന്നെങ്കിൽ നിങ്ങൾ ചിന്തിക്കുന്നതിലും പ്രതീക്ഷിക്കുന്നതിലും അപ്പുറം നിങ്ങൾ ഉയർച്ചയിലേക്ക് വരുന്നു. പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഞാൻ ചിന്തിക്കുന്നത് പോലെ വന്നിട്ടില്ല, ഞാൻ ആഗ്രഹിച്ചത് എനിക്ക് ലഭിച്ചിട്ടില്ല, ഞാൻ ആഗ്രഹിച്ച നിലവാരത്തിൽ ഉയർന്നിട്ടില്ല. എങ്കിൽ പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ ശക്തി നിങ്ങൾ സ്വീകരിച്ചിട്ടുണ്ടോ? ദൈവത്തിൻ്റെ ആത്മാവ് മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാവിനെ നിങ്ങൾ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിക്കുന്നതിലും നനയ്ക്കുന്നതിലും പ്രതീക്ഷിക്കുന്നതിലും അധികം നിങ്ങൾ ഉയർച്ചയിലേക്ക് വരും. ഈ സത്യം ആത്മീയ സത്യമാണ്. ഇത് ഗ്രഹിച്ചാൽ നിങ്ങളുടെ ലെവല് മാറാൻ പോകുകയാണ്. ഈ വാക്യത്തിൽ നിങ്ങൾ വിശ്വാസം അർപ്പിക്കുക. നിങ്ങളുടെ രക്ഷിതാവും കർത്താവുമായ യേശുവിൽ വിശ്വാസം അർപ്പിച്ച് മുന്നേറുക. അതിന് പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ.